സെപ്റ്റംബർ 10 ലോകത്തെ നടുക്കിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായി അമേരിക്കയിൽ നിന്ന്. പ്രസിദ്ധ അതോ കുപ്രസിദ്ധനോ എന്ന് പറയാനാവില്ല, വൈറ്റ് സുപ്രീമേസിസ്റ്റ് പ്രഭാഷകൻ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചത് അന്നാണ്. യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഭാഷണം നടത്തുന്നതിനിടെ ഒരു കൊലയാളിയുടെ തോക്കിനിരയായി അദ്ദേഹം. കൊലയാളിയെ ഇനിയും പിടികിട്ടിയിട്ടില്ലെന്നാണ് അറിവ്. ലോകത്തിലെ ഏത് സൂക്ഷ്മമായ ചലനങ്ങളെയും പിടിച്ചെടുക്കാൻ കഴിവുള്ള അമേരിക്കക്ക് ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ വലങ്കൈ എന്ന് പറയാവുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ചാർലി കിർക്ക് എന്ന യുവാവ് 31 വയസ്സായിരുന്നു മരിക്കുമ്പോൾ. അദ്ദേഹത്തെ പൊതുജന മധ്യത്തിൽ വെച്ച് വെടിയേറ്റ് മരിച്ചിട്ടും ആ കൊലയാളിയെ പിടിക്കാനായിട്ടില്ല അമേരിക്കക്ക്. അതാ വശം അവിടെ നിൽക്കട്ടെ. ആരായിരുന്നു ശ്രീ ചാർലി കിർക്ക് എന്ന് ചോദിച്ചാൽ, പലസ്തീനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു പ്രദേശം നിലനിൽക്കുന്നില്ല ഭൂമുഖത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് അത് പറഞ്ഞ ചാർലി കിർക്ക് നിലനിൽക്കുന്നില്ല. ഈസ് നോ മോർ എക്സിസ്റ്റിംഗ് ഓൺ എർത്ത്. പലസ്തീൻ ഈസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ്. പലസ്തീൻ ഇപ്പോഴുമുണ്ട്, അവിടുത്തെ ജനങ്ങളുമുണ്ട്, അവിടെ ഇഷ്യൂകളുമുണ്ട്, പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ ചാർലി കിർക്ക് ഇന്നില്ല. അറം പറ്റിയതുപോലെയായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് വേണം പറയാൻ. അതുകൂടാതെ ഇന്ത്യയിൽ ഈ അടുത്തിടെ ഉണ്ടായ ഇന്ത്യൻ ഇമിഗ്രാൻസിനെതിരെ, കുടിയേറ്റക്കാർക്കെതിരെ ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ട്രംപ് ആധാരമാക്കിയത് ചാർലി കിർക്കിൻ്റെ കൂടി ഉപദേശങ്ങളായിരിക്കണം എന്ന് കരുതാൻ ന്യായമുണ്ട്. കാരണം അദ്ദേഹം ഇമിഗ്രേഷന് വലിയ എതിർപ്പായിരുന്നു. തീർന്നില്ല, തോക്ക് ലൈസൻസ്, ആർക്കും തോക്ക് വെക്കാവുന്ന, യഥേഷ്ടം തോക്ക് കൊണ്ട് നടക്കാവുന്നതിനെക്കുറിച്ച് അദ്ദേഹം അനുകൂല അഭിപ്രായക്കാരനായിരുന്നു. അതുമാത്രമല്ല, വയലൻസിനെതിരായ എല്ലാ ചോദ്യങ്ങളെയും അദ്ദേഹം എതിർത്തു. വയലൻസിൻ്റെ അനുകൂലിയായിരുന്നു അദ്ദേഹം. കടുത്ത ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ വിശ്വാസക്കാരനായിരുന്ന അദ്ദേഹം ഏകദേശം നമ്മുടെ നാട്ടിലെ ചില കാസക്കാരെ പോലെയുള്ള അഭിപ്രായക്കാരനായിരുന്നു. കാരണം വളരെ ഡിവിസീവ് വിഭാഗീയ ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹം. എന്തൊക്കെയായാലും 2 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളെ, 2 കുഞ്ഞുങ്ങളെയും ഭാര്യയെയും അനാഥരാക്കി അദ്ദേഹം പോയി. വലിയ ആവേശക്കാരനായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയിടത്തോളം അമേരിക്കൻ യൂണിവേഴ്സിറ്റി യുവാക്കളുടെ മനസ്സുകളെ പിടിച്ചെടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ട്രംപ് പോലും പറയുകയുണ്ടായി, ട്രംപിൻ്റെ മകൻ്റെ സുഹൃത്തുമാണ് ഇദ്ദേഹം, അടുത്ത സുഹൃത്തു കൂടിയാണത്രേ. ഈ യുവാക്കളാണ് എൻ്റെ വിജയത്തിന് വഴിയൊരുക്കിയത് എന്ന് ട്രംപ് ഒരിക്കൽ അഭിപ്രായപ്പെടുകയുണ്ടായി. എന്ന് വെച്ചാൽ ഓരോ യൂണിവേഴ്സിറ്റികളിലും, അവസാനത്തെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. തോക്കിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു, അതിൻ്റെ വയലൻസിനെക്കുറിച്ചും. വയലൻസ് ആവശ്യമാണെന്നുള്ള പക്ഷക്കാരനായിരുന്നു അദ്ദേഹം. പക്ഷേ ആ വയലൻസിന് തന്നെ അദ്ദേഹം ഇരയായി എന്നുള്ളത് ഒരു വൈരുദ്ധ്യമായിരിക്കാം ഒരു പക്ഷേ. എന്തൊക്കെയായാലും വയലൻസിനോടും ഏതൊക്കെ എതിരഭിപ്രായം പറയുന്ന ആളുകളായാലും അവരുടെ നാശത്തോടും മാന്യന്മാരായ സംസ്കാര സമ്പന്നരായ ആളുകൾക്ക് അനുകൂലം പറയാനാവില്ല. ശ്രീ ചാർലി കിർക്കിൻ്റെ മരണത്തോടും നമുക്ക് അനുശോചനമുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും സ്വാഗതം ചെയ്യപ്പെട്ടു കൂടാത്തതാണത്. കാരണം വയലൻസിനെതിരാണ് നല്ലവരുടെ രോഗം. ഇത്തരം ഒറ്റപ്പെട്ട ചില വ്യക്തികൾ അതിനെ അനുകൂലിക്കുന്നവരായി ഉണ്ടെങ്കിലും അവർക്ക് അമേരിക്ക പോലെയുള്ള ഭരണകൂടത്തെ സ്വാധീനിക്കാനാവുന്നുണ്ടെങ്കിലും അതൊരിക്കലും ഒരു നല്ല കാര്യമായി നമുക്ക് കരുതാനാവില്ല. വയലൻസ്, അക്രമം, അതിക്രമം, കൊല, ഇതൊന്നും തന്നെ സ്വീകാര്യയോഗ്യമായ ഏർപ്പാടുകളല്ല എന്ന് പറയാൻ നമുക്ക് യാതൊരു സംശയവും വേണ്ട. ചാർലി കിർക്ക് ഷോ എന്ന റേഡിയോ പ്രഭാഷണങ്ങളും മറ്റും 5 ലക്ഷം മുതൽ 7.5 ലക്ഷം വരെയാണ് ഓരോ ദിവസവും ആളുകൾ
ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ സ്വാധീനം തീർച്ചയായും ട്രംപിൻ്റെ പുതിയ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നും കാണാം. അദ്ദേഹം അത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. മരണാനന്തരം ചാർലി ക്രിക്കിന് ഏറ്റവും വലിയൊരു ബഹുമതി ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം. വലിയ ബഹുമതിയാണത്. മരണാനന്തര ബഹുമതിയായി അത് അദ്ദേഹത്തിന് കൊടുക്കാനാണ് അത്ര ഉദ്ദേശിക്കുന്നത്. അതിലൊന്നും നമുക്ക് ആർക്കും തർക്കമില്ല. രാഷ്ട്രീയ ചായ്വുകളോ രാഷ്ട്രീയ അഭിപ്രായങ്ങളോ അനുവദിക്കപ്പെട്ട സ്വതന്ത്ര പരിഷ്കൃത ലോകത്ത് ഇതൊന്നും ഒരു അസ്വാഭാവിക സംഭവങ്ങളല്ല. പക്ഷേ എങ്കിലും പലസ്തീനെ പോലെയുള്ളൊരു ഇഷ്യൂവിൽ പലസ്തീൻ എന്നൊരു നാടേ നിലനിൽക്കുന്നില്ല ഭൂമുഖത്ത് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതിനോട് യോജിക്കാൻ അധികം പേരെയും അദ്ദേഹത്തിൻ്റെ ആളുകളല്ലാതെ മറ്റാരെയും കിട്ടിയെന്ന് വരില്ല. അത് തിരിച്ച് അറം പറ്റിയതുപോലെ അദ്ദേഹം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നിലനിൽക്കുന്ന ഈ ഭൂമുഖത്ത് എന്ന അവസ്ഥയിൽ എത്തിച്ചു എന്നതിൽ ആഹ്ലാദമല്ല, സഹതാപം തന്നെയാണ് നമുക്കുള്ളത്. സഹതാപത്തോട്, അനുതാപത്തോട്, സഹാനുഭൂതിയോട് അദ്ദേഹം എതിരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എംപതി അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. മാത്രമല്ല വലിയ തോതിൽ വർണ്ണ പക്ഷപാതിയായിരുന്നു അദ്ദേഹം. വൈറ്റ് ഫസ്റ്റ് എന്ന നിലപാടുകാരനായിരുന്നു. മേക്ക് അമേരിക്ക ദി ഗ്രേറ്റ് തുടങ്ങിയ, അതിനു പുറമെ അദ്ദേഹത്തിന് ചില സംരംഭങ്ങളൊക്കെ ഉണ്ട്. ടേണിംഗ് പോയിന്റ് USA, TP USA അതിൽ ഏറ്റവും പ്രശസ്തമാണ്. അതിൻ്റെ CEO-യും നടത്തിപ്പുകാരനും എല്ലാം അദ്ദേഹമായിരുന്നു. 2012 അതിൻ്റെ ആരംഭം. അതിൻ്റെ പ്രധാന ജോലി തന്നെ ഇമിഗ്രേഷനെതിരായി, കുടിയേറ്റത്തിനെതിരായി, വെള്ളക്കാർക്ക് വേണ്ടി, അമേരിക്കക്കാർക്ക് വേണ്ടി, മറ്റ് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ഇങ്ങനെ എല്ലാം ഡിവിസീവ്, അതായത് വിഭാഗീയ തരത്തിലുള്ള ചിന്താഗതികളും തത്വശാസ്ത്രങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ, എണ്ണമറ്റ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആക്റ്റീവായിട്ട് 18-ാം വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ തൊഴിൽ വ്യാപൃതനായിട്ടുണ്ട് എന്ന് കാണാം. അത്രയും സജീവമായ, ഊർജ്ജസ്വലനായ ഒരു യുവാവായിരുന്നു അദ്ദേഹം. ഏതായാലും അമേരിക്കക്ക് അദ്ദേഹത്തിൻ്റെ സേവനം തുടർന്ന് ലഭിക്കില്ല, ഈസ് നോ മോർ എക്സിസ്റ്റിംഗ് എന്നത് അവരെ സംബന്ധിച്ച് ദുഃഖവാർത്ത തന്നെയാണ്. ലോകത്തെ സംബന്ധിച്ച് വയലൻസിനെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ പേരിൽ വയലൻസിന് അംഗീകാരം കൊടുക്കാത്ത ആളുകൾക്ക് അതൊരു സന്തോഷ വാർത്തയുമായി ആഘോഷിക്കുന്നുണ്ടാവാം. ഏതായാലും പരിഷ്കൃത ലോകത്തിന് ഒരു മരണവും ഒരു വധവും ഒരു കൊലപാതകവും അംഗീകരിക്കാനാവില്ല എന്നതാണ് വസ്തുത. ഈ വിഷയത്തിലും അതിന് മാറ്റമില്ല.